ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസ് കേട്ടിട്ട് കാരണം ഇതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രം വീഡിയോ മാത്രം കണ്ടാൽ പോരാ, പഠിക്കുകയും വേണം, അത് പഠിച്ച് അപ്ലൈ ചെയ്യുകയും വേണം. ഓക്കെ, എന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാണ്ട് വീഡിയോ കണ്ട് എല്ലാം അങ്ങോട്ട് നമ്മൾ അബ്സോർവ് ചെയ്ത് പോയിട്ടൊരു കാര്യമില്ല. അത് അപ്ലൈ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനിയിപ്പം ഡിലേ എടുക്കുന്നത്. നല്ലപോലെ പെയ്യെ പോയാൽ മതി, ഒരു കാര്യമില്ല. അല്ലാത്ത പക്ഷം കാണണമെന്ന് ധൃതിയുള്ളവർക്ക് ICTയുടെ മെൻറ്റർഷിപ്പിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രേക്ക് ഇടുന്നത്. സോ എൻ്റെ കാര്യങ്ങൾ ഞാൻ പെയ്യേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അർജൻറ്റാണ്, നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ICTയുടെ പോയി കാണാം. ICTയുടെ മെൻറ്റർഷിപ്പ് 2022 പോയി കാണാം. അങ്ങനെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതിനകത്ത് അത് മതി ഒരാൾക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ. പിന്നെ ഈ സാധനങ്ങളൊന്നും അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിട്ടുള്ളൂ ഈ സാധനം. ഇതിനകത്ത് എന്താണ്, കൺസിസ്റ്റൻ്റായിട്ട് മാർക്കറ്റിൽ ഇരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ആ കാര്യത്തിലൂടെയാണ് നിങ്ങൾ ഇത് പഠിക്കാൻ പോകുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് വെച്ച് പഠിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ പ്രൈസ് ആക്ഷൻ ഒരു ദിവസം റീഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. ഇതൊരു ഒരു ഇയറെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് മനസ്സിലാവുള്ളൂ. അതിന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ജേണൽ ചെയ്യുക എന്നുള്ളത്. ജേണൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് പിന്നീട് ഒരു ദിവസം നോക്കുമ്പോൾ പിന്നീട് ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ജേണൽ ചെയ്ത് തുടങ്ങി ഒരു 2-3 മാസം, ഒരു മാസം, 1-2 മാസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾ തുടങ്ങിയത് എങ്ങനെയാണ്, അവസാനിച്ചത് എങ്ങനെയാണെന്ന്. അവസാനിച്ചതല്ല, നിങ്ങൾ ആ നിൽക്കുന്ന സ്റ്റേജ് എങ്ങനെയാണെന്നുള്ള കാര്യം. സോ ജേണലിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. സോ അത് നിങ്ങളുടെ ഇതിനാണ് പറയുന്നത്. എനിക്ക് അതിനകത്തു നിന്നൊന്നും കിട്ടാനില്ല. സോ നിങ്ങൾക്ക് ട്രേഡർ ആവണമെന്നുള്ള, ട്രേഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ചുമ്മാ എന്നും വന്നിരുന്ന് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയല്ല. ഇത് നമ്മുടെ സ്വന്തം ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിനെ പഠിക്കണം, ബിസിനസ്സിനകത്ത് എന്നും ഇൻവോൾവ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അല്ലാണ്ട് ജസ്റ്റ് ചുമ്മാ എല്ലാവരും പൈസ ഉണ്ടാക്കുന്നത് അത് അവരുടേതായ ഹാർഡ് വർക്കിലൂടെ വർഷങ്ങളോളം പണിയെടുത്തിട്ടുണ്ടാക്കുന്നതാണ്, അല്ലാണ്ട് ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്നതല്ല. സോ അങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഇന്ന് ഞാൻ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് എന്നോട് വീഡിയോ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. PDR റേസ് എന്ന് പറയും. ഈ PDR റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് അടിച്ചത് എവിടെയാണ് വന്ന് വീണത്? നൈസ്. ഓക്കെ, ഇതാണ് PDR റേസ്. അപ്പോൾ ഈ PDR റേസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഈ ബ്രേക്കർ ബ്ലോക്ക്, മെഡിക്കേഷൻ ബ്ലോക്ക്, OB, പിന്നെ എന്താണ് റിജക്ഷൻ ബ്ലോക്കുകൾ, ഈ സാധനങ്ങളൊക്കെയാണ് PDR റേസ്. FEG ഇതൊക്കെ PDR റേസിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ PDR റേസിൽ വരുമ്പം ഉണ്ടാവുന്ന റിയാക്ഷൻസ്, ഈ PDR റേസ് എന്ന് പറയുന്ന സാധനം ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. എവിടെ നിന്ന് ഇങ്ങനെയൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവാം, അതിനെ നമ്മൾ പല രീതിയിൽ പേരിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. സോ ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, എവിടെ നിന്നൊക്കെ നമുക്ക് റിയാക്ഷൻസ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പം ഞാൻ ചെയ്തിട്ടേക്കുന്ന എൻ്റെ വീക്ക്ലി അനാലിസിസാണ്. അതൊന്നും നോക്കണ്ട. ഇതിപ്പോൾ കണ്ടാൽ പറയും ഹൈൻസൈറ്റ് വായിക്കാൻ കഴിയുന്നവനെ റിയൽ ടൈം വായിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഹൈൻസൈറ്റ് വായിക്കുന്നതെന്ന് പറയുന്നത് ഒരു കഴിവാണ്. ആരും അതിനകത്ത് കയറി ഇരുന്നിട്ട് ഡയലോഗ് അടിക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ജേണൽസ് ഇടാൻ പറയുന്നത്. ജേണൽസ് കൺസിസ്റ്റൻ്റായിട്ട് ഇടുക. കൺസിസ്റ്റൻ്റായിട്ട് ഇട്ടാൽ മാത്രമേ കാര്യമുള്ളൂ. അതിനകത്ത് എനിക്ക് ടേക്ക് പ്രോഫിറ്റും ആരുടെയും ട്രേഡ് വിന്നും ഒന്നും കാണണ്ട. ഇത് എല്ലാവർക്കും വരുന്ന കാര്യമാണ്. നാളെ വിന്നാകാം, മറ്റന്നാൾ ലൂസാകാം, നാളെ വിന്നാകാം, മറ്റന്നാൾ ലൂസാകാം, അടുപ്പിച്ച് വരാം, പിന്നീട് ലോസ് അടുപ്പിച്ച് വരാം. ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് എന്നും ഒരാൾ പിന്നായി പോകണമെന്നില്ല, അതിനകത്ത് ലോസും വരും. സോ അതല്ല നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. കൺസിസ്റ്റൻസി, എങ്ങനെ മാർക്കറ്റിനെ ലൈവിൽ റീഡ് ചെയ്യുന്നു, അതൊക്കെ സ്വന്തമായിട്ട് വരുത്തണം. അല്ലാണ്ട് വേറൊരു കാര്യമില്ല അതിനകത്ത്. അപ്പം PDR റേസ് എന്താണെന്ന് പറയാം. ഇത് OT ആണ് നമ്മുടെ വെയിറ്റ്.
ബാക്കിയുള്ള കളയാം. ഓക്കെ, ഇത് 50%, ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഓക്കെ, നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ആ പ്രീമിയം ഡിസ്കൗണ്ടിൽ ഉണ്ടാവുന്ന ഈ PDRIs ആണ് നോക്കേണ്ടത്. അപ്പം നമുക്കിത് മാറ്റാം. ഓക്കെ, പ്രീമിയം PDRIs ആൻഡ് ഡിസ്കൗണ്ട് PDRIs. അപ്പം ഈ സാധനമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളുടെ ഈ പ്രീമിയത്തിൽ വരുന്ന ബ്രേക്കർ ബ്ലോക്ക്, റിജക്ഷൻ ബ്ലോക്ക്, OB, FEGs നമ്മളുടെ പ്രീമിയം PDRIsൽ വരും. ഡിസ്കൗണ്ടിൽ വരുന്നത് ഇതേ സെയിം സാധനങ്ങൾ തന്നെ ഡിസ്കൗണ്ട് PDRIsൽ വരും, 50%-ന് താഴെ. നമ്മളതിപ്പം ഒരു സ്വിങ് ഹൈ ടു സ്വിങ് ലോ ആണ് നോക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് വരയ്ക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഈ പ്രീമിയം, ഈ സ്വിങ് ഹൈ ടു ഈ സ്വിങ് ലോ നോക്കുകയാണ്. ഇവിടെ ഡിസ്കൗണ്ടിൽ FEG ഉണ്ടാവും. ഇത് ചൂടെ പൊക്കി വെക്കാം, എന്നാലേ കറക്റ്റ് നമ്മൾ പറയുന്ന ലോജിക്ക് വരുള്ളൂ. അപ്പോൾ ഇത് FEG ആണ്, FEG ഉണ്ടാവാം. നെറ്റ് സ്ലോ ആണ് അല്ല. ഓക്കെ, അപ്പം FEG ഉണ്ടാവാം. ഇതൊരു ബ്രേക്കർ ആവാം. ഓക്കെ, ബ്രേക്കറാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ പ്രീമിയത്തിൽ നിൽക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ട് PDRIsൽ വന്ന് റിയാക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇവിടുന്ന് ബുള്ളിഷ് എൻട്രി നോക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കൗണ്ട് PDRIsലുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തി വെക്കുന്നു. പിന്നീട് മാർക്കറ്റ് അവിടെ റിയാക്ട് ചെയ്ത് താഴെ വരുമ്പം ഇവിടെ റിയാക്ഷൻ കിട്ടണം, നമ്മൾ ബുള്ളിഷാണ് പോകുന്നതെങ്കിൽ. അല്ലാത്ത പക്ഷം ബുള്ളിഷ് അല്ല പോകുന്നതെങ്കിൽ ഇവിടെയും നമ്മളുടെ സെയിം സംഭവങ്ങൾ ഉണ്ടാകുകയാണ്. വെയിറ്റ്, യെസ്, അപ്പോൾ ഇവിടെ നമ്മുടെ സെയിം സംഗതികൾ ഉണ്ടാകുകയാണ്. ഇതിപ്പം ഇവിടെ റിയാക്ട് ചെയ്ത് ഡിസ്കൗണ്ട് റിയാക്ട് ചെയ്ത് പ്രീമിയത്തിൽ പോയി കഴിഞ്ഞ് നമ്മൾ ബുള്ളിഷ് ആണെങ്കിൽ വീണ്ടും മേളിലേക്ക് പോകും. ഓക്കെ, അല്ലാത്ത പക്ഷം ഇവിടുന്ന് നേരെ വീണ്ടും ഇവിടുത്തെ PDRIsൽ റിയാക്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് വരും. ഓക്കെ, ഇങ്ങനെയാണ് പ്രീമിയം ഡിസ്കൗണ്ട് PDRIs റിയാക്ട് ചെയ്യുന്നത്. സോ നമ്മളുടെ FEGs, ബ്രേക്കർ, നമ്മളുടെ റിജക്ഷൻ ബ്ലോക്ക്, FEGs, അങ്ങനെ ഈ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. OB, അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് നേരത്തെ അല്ലേ? അപ്പം ഈ സാധനങ്ങൾ കണ്ടുപിടിക്കാനാണ് പഠിക്കേണ്ടത്. സോ നമുക്ക് റിയൽ ചാറ്റിലേക്ക് പോകാം. വീഡിയോ ചെറുതായിരിക്കും, വെറും ഷോർട്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നമ്മളുടെ ഒരു ഹിൻഡ് മാത്രമാണ്. ഹിൻഡെന്ന് പറഞ്ഞാൽ ഹിൻഡല്ല, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. എൻ്റെ എല്ലാ വീഡിയോസും അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ICTയുടെ വീഡിയോ പോയി കാണുക. ICTയുടെ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ നമ്മൾ അതിനാണ് ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സാധനം, അതിൻ്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ യൂട്യൂബ് ഞാൻ തുടങ്ങിയേക്കുന്നതും ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയേക്കുന്നതും എല്ലാം. അതിനകത്ത് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അതിനകത്ത് എൻ്റെ ഓഡിയോസ് കേൾക്കാം. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് കുറേ ഡൗട്ട് ക്ലിയർ ആകും. അതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് പോയി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ടോക്കുകൾ വരും. അപ്പോൾ അതെല്ലാം റീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അത്രയേ ഉള്ളൂ സംഭവം. സോ PDRIs ഇപ്പം നമുക്ക് ഈ ഒരു PDRIs നോക്കാം. ഇതൊരു സ്വിങ് ഹൈ ടു സ്വിങ് ലോ ആണ്. ഇതെല്ലാം നമുക്ക് മായ്ച്ച് കളഞ്ഞേക്കാം. ഓക്കെ,
ഇതൊരു സ്വിങ് ഹൈ ടു സ്വിങ് ലോ ആണ്. ഈ സ്വിങ് ഹൈ ടു സ്വിങ് ലോയിൽ ഇവിടെ 50% റിയാക്ട് ചെയ്യാൻ കാരണം ഇതൊരു ബ്രേക്കറാണ്. സ്വിങ് മേളിലെടുത്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട് താഴേക്ക്. ഇതൊരു ബ്രേക്കറാണ്. ഈ ബ്രേക്കറിൽ റിയാക്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് പോയി കഴിഞ്ഞ് പിന്നീട് ഇവിടെ ബ്രേക്കോ സ്ട്രക്ചർ വന്ന് ഇതൊരു സ്വിങ് ഹൈ ടു സ്വിങ് ലോ ആണ്. അപ്പം ഇത് ആദ്യത്തെ ഡിസ്കൗണ്ട് പ്രീമിയം അറൈസിൽ റിയാക്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങി. പ്രീമിയം അറൈസിൽ വരുന്നതാണ് ബ്രേക്കറുണ്ട്, ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, പ്രീമിയം അറയാണത്. അപ്പം പ്രീമിയം അറേസിൽ റിയാക്ട് ചെയ്ത് 50% റിയാക്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് വന്നു. നെക്സ്റ്റ് നമ്മളുടെ സ്വിങ് ഇവിടുന്ന് ഫോം ചെയ്തേക്കുന്നത് ഇവിടാണ്. നെക്സ്റ്റ് പ്രീമിയം ഡിസ്കൗണ്ട് അറയിൽ വരുന്നതാണ് ഈ ഒരു FEG, ഈ ഒരു മെഡിക്കേഷൻ ബ്ലോക്കോ OB എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇതെല്ലാം ഒരു റിയാക്ഷൻ തരുന്ന സംഭവമാണ് നമ്മൾ പഠിച്ചത്. സോ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്, നിങ്ങൾ ഏത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ FEG ഉണ്ട്, ആ FEG ഒരു റിയാക്ഷൻ പോയിൻ്റാണ്. പിന്നീട് നമ്മളുടെ ഈ ഒരു ഇതുണ്ട്, കറക്റ്റ് ഡിസ്കൗണ്ടിൽ വരുമ്പോൾ കറക്റ്റ് പ്രൈസ് വരുന്നത് നമ്മളുടെ ഈ ഒരു ബ്ലോക്കിലാണ്. അവിടെ പ്രൈസ് റിയാക്ട് ചെയ്ത് ഡിസ്കൗണ്ട് PDRAസിൽ റിയാക്ട് ചെയ്ത് മേളിലേക്ക് പോയി. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു PDRAയിൽ വീണ്ടും ഉള്ള സാധനമാണ് ഈ ഒരു FEG എന്ന് പറയുന്നത്. നമുക്ക് ആ FEGയിലേക്ക് വരാം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ അവിടെ. അപ്പം ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു PDRA ആയിരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സാധനം ഇതിനകത്ത് തന്നെയാണ് ഈ പ്രൈസ് നിൽക്കുന്നത്. സോ ഇതിനകത്തേക്ക് വീണ്ടും പ്രൈസ് കയറുമ്പോൾ വീണ്ടും നമ്മൾ പ്രീമിയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ റിയാക്ഷൻ അവിടുത്തേത് കാണിക്കും. ബട്ട് നമ്മൾ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും സ്വിങ് ഫോം ചെയ്തേക്കുന്ന ഈ ഒരു സ്വിങ് ഹൈ ടു സ്വിങ് ലോ ടു സ്വിങ് ഹൈ ആണ്. അപ്പോൾ ഈ സ്വിങ് ഹൈറ്റിക്കകത്ത് നമുക്ക് ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. ഞങ്ങളിനി നെറ്റ് അപ്പോൾ നമുക്ക് അത് എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ്. ഇതാണ് നെക്സ്റ്റ് സ്വിങ് ഹൈ ടു സ്വിങ് ലോ, സ്വിങ് ഹൈ ടു സ്വിങ് ലോ. ഓക്കെ, ഇതാണ് ഹൈ, ഇത് ലോ. സോ അതിനകത്ത് പ്രീമിയം ഡിസ്കൗണ്ട് അറിയാണ് ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ വരെ റിജക്ഷനാണ്. സോ ഇതിനകത്ത് 50% വന്ന് റിജക്റ്റ് ചെയ്ത് പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്, ഹെവി ബുള്ളിഷാണ്. അതുകൊണ്ടാണ് മേളിൽ പോയത്. അല്ലെങ്കിൽ വീണ്ടും ഒരു ഡീപ്പ് റിട്രേസ്മെൻറ്റ് ഇതിന് തന്നിട്ട് പോയതിന്. സോ ഇങ്ങനെയാണ് ഈ സാധനം റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്വിങ് ഹൈ ടു സ്വിങ് ലോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് സ്വിങ് ഹൈ കേട്ടോ. ഈ ഒരു സ്വിങ് ഹൈ ടു സ്വിങ് ലോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു റിജക്ഷൻ ബ്ലോക്കാണ്. ആ റിജക്ഷൻ ബ്ലോക്കിൻ്റെ 50% കറക്റ്റ് വന്നില്ല. ഇതൊരു ന്യൂസ് ക്യാൻഡിലാണ്, അതാണ്. ഓക്കെ, ഇവിടെ ഒരു സ്വീപ്പ് നടന്ന സാധനം ഇറങ്ങി, ഇതൊരു റിജക്ഷൻ ബ്ലോക്കാണ്. അതിനകത്ത് വന്ന് റിജക്റ്റ് ചെയ്ത് പ്രൈസ് താഴേക്ക് പോയി. ഇങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ന്യൂസിനൊന്നും നമ്മൾ ട്രേഡ് ചെയ്യാനേ പോയില്ല. ഇങ്ങനത്തെ റിയാക്ഷൻസേ വരുന്നത് കൊണ്ടാണ് നമ്മൾ ന്യൂസൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, വന്നിട്ടില്ല. അപ്പം പിന്നെ എന്നും ട്രേഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നും പോയി ട്രേഡ് ചെയ്ത് പൈസ കളയരുത്. നമ്മൾ നമ്മളുടേതായ സെറ്റപ്പും കാര്യങ്ങളും നമ്മൾ തന്നെ പ്രൂവൻ ചെയ്ത് നമ്മളുടെ തന്നെ സ്ട്രാറ്റജീസ് വരുമ്പോഴാണ് ട്രേഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്നും നിങ്ങൾക്ക് സെറ്റപ്പ് കിട്ടണമെന്നില്ല. കിട്ടാം, നിങ്ങൾ അത്രയ്ക്ക് സെറ്റായിട്ടുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം അത് കിട്ടണമെന്നില്ല. സോ അങ്ങനെ കാണുക. ഓക്കെ, അപ്പം ഇവിടെ റിയാക്ട് ചെയ്യാൻ പോയത് ഇവിടെ ഒരു PDRA ഉണ്ട്, അതൊരു OB ആണ്. സോ ആ OBയിലേക്ക് പ്രൈസ് വന്നു, പിന്നീട് അത് റിയാക്ട് ചെയ്തു, മേളിലേക്ക് പോയി. ഇതൊരു PDRA ആണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുമ്പം ആ പ്രീമിയം ഡിസ്കൗണ്ടിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു സ്വിങ് ഹൈ ടു സ്വിങ് ലോ നോക്കുമ്പം ഇതിനകത്ത് നമുക്കൊരു FEG ഉണ്ട്, ഇതിനകത്തൊരു OB ഉണ്ട്, ഇതിനകത്തൊരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. ഇതൊരു റിജക്ഷൻ ബ്ലോക്കാണ്, അല്ല ബ്രേക്കർ ബ്ലോക്ക് ഉണ്ട്. അപ്പം പ്രീമിയത്തിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കണം, ഡിസ്കൗണ്ടിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കണം. സോ അവിടെ നിന്നാണ് മെയിൻ റിയാക്ഷൻ പ്രൈസ് റിട്രേസ് ചെയ്ത് വരുമ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സാധനം നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം, എന്നാലേ നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് ഇന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ടിൽ PDRAs നോക്കേണ്ടത്. പ്രീമിയത്തിനകത്ത് PDRAs ഉണ്ടാവും, ഡിസ്കൗണ്ടിനകത്ത് PDRAs ഉണ്ടാവും. നമ്മളിപ്പം ഹൈ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ വന്നിട്ടുള്ള PDRAസിൽ റിയാക്ട് ചെയ്യണം. അതുപോലെ തന്നെ ബെയറിഷ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിനകത്തുള്ള ഏതെങ്കിലും PDRAസിൽ റിയാക്ട് ചെയ്ത് ബെയറിഷ് പോകണം. സോ ഇതാണ് കണ്ടിന്യൂസ് മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റീഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പണി. ഓക്കെ,
അപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിം PDRAയിൽ വരുമ്പം ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് റിജക്ഷൻ നോക്കി എൻട്രി എടുക്കുന്നത്. സോ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ വന്നിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റൊക്കെ അതൊക്കെ വരുള്ളൂ. അതൊക്കെ സമയമെടുത്തേ വരുള്ളൂ. നിങ്ങൾ ജേണൽസ് ചെയ്യുക. ഞാൻ ആ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു ജേണൽസ് ചെയ്യാൻ. 2-3 ദിവസം എല്ലാവർക്കും നല്ല ചൂട് വന്നു. അതാണ് അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും 2-3 ദിവസത്തെ ചൂടല്ല, ഇത് ഇയേഴ്സ് ഓഫ് ചൂടുണ്ടാവണം. എന്നാലേ പിന്നീടുള്ള ഇയേഴ്സ് ഓഫ് ആ ചൂടുണ്ടായതിനകത്തുനിന്ന് നിങ്ങൾക്ക് വല്ലതും കിട്ടുള്ളൂ. ഓക്കെ, എല്ലാം അങ്ങനെയാണ് ലൈഫിൽ. സോ അങ്ങനെ ചെയ്യുക. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.